കാര്യങ്ങളെ കുറിച്ചാണ് വെള്ളിയാഴ്ച വിവരിക്കാറുള്ളത്. ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂര് 10-15 ലെക്ചർ നടത്താനുള്ള ഭാഗ്യം കിട്ടിയിരുന്നു. അവിടെയുള്ള ഒരു അതിപ്രശസ്തമായ വലിയ ഒരു കോളേജിൽ, ഓക്സ്ഫോർഡ് കോളേജ് എന്ന പേര്, ക്ലാസ് എടുക്കാൻ പോയി. ഞാൻ അമേരിക്കയിലെ 2-3 യൂണിവേഴ്സിറ്റികളില് ഗവേഷണത്തിന് വേണ്ടി പോയിട്ടുണ്ട്. അത്രയും ഒരു പ്രശസ്തി ഉള്ളതുപോലെ ഇതിന്റെ കെട്ടിടങ്ങളും ബാക്കിയെല്ലാം വളരെയധികം ഉയർന്ന നിലവാരം പുലർത്തുന്ന കോളേജിലേക്കാണ് പോയത്. അവിടെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഓഡിറ്റോറിയം നിറച്ചും വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഒരു ഹോളിഡേ ആയിരുന്നിട്ട് വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഞാൻ ഭാരതീയ പൈതൃകവും വിദ്യാഭ്യാസത്തിലെ മൂല്യങ്ങളും അതിനെക്കുറിച്ചാണ് ക്ലാസ് എടുത്തത്. അങ്ങനെ ക്ലാസ് എടുത്തൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു 2-3 വേദത്തിന്റെ വരികൾ ചൊല്ലി. ആനോ ഭദ്രാഹ കൃതവോ യന്തു വിശ്വത, വേദിക് മാനേജ്മെന്റിന്റെ വരികൾ ചൊല്ലി. ആ ക്ലാസ്സിലുള്ള 5-6 കുട്ടികള് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഓടി പുറത്തേക്ക് പോയി. എനിക്കൊന്നും മനസ്സിലായില്ല എന്താ അവർ പുറത്തേക്ക് പോയത്. ഏതായാലും 1.5 മണിക്കൂർ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തു വന്ന് അന്വേഷിച്ചു ഈ കുട്ടികൾ എന്താ ഓടിപ്പോയത്. അപ്പോ അവര് എന്നോട് അറിയിച്ചത് അവരൊരു പ്രത്യേക ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണ്. അവര് വേദമന്ത്രങ്ങൾ കേട്ടാൽ സാത്താൻ വരുമെന്നും സാത്താൻ അവരുടെ മനസ്സിലേക്ക് കയറുമെന്നും പിന്നെ അവർക്ക് ഭ്രാന്ത് പിടിക്കുമെന്നും അവര് വിശ്വസിക്കുന്നു. അതുകൊണ്ട് വേദമന്ത്രം എവിടെ കേട്ടാലും അവരപ്പ ഓടിപ്പോവും. എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയും പ്രശസ്തമായ ഒരു കോളേജില് മക്കളെ അയച്ച് പഠിപ്പിക്കാൻ കഴിവുള്ള സാമ്പത്തിക നിലവാരമുള്ള ക്രിസ്ത്യൻ കുടുംബത്തിലെ ചില കുട്ടികളുടെ മാനസികാവസ്ഥ ഈ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മാതാപിതാക്കൾ അറിഞ്ഞുകൊണ്ടായിരിക്കും. അവർക്ക് ഇത്രയും സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ അവർ സാമാന്യ വിദ്യാഭ്യാസപരമായിട്ടും ഉയർന്ന നിലവാരത്തിലുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള ഒരു കുടുംബത്തില് ഈ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഭാരതീയര് ഭാരതത്തിന്റെ പൈതൃകമായ വേദം കേൾക്കുമ്പോൾ ജാതിക്കും മതത്തിനും ഇസത്തിനും പ്രായത്തിനും രാജ്യത്തിന്റെ അതിർത്തികൾക്കും ഭാഷാ പരിമിതികൾക്കും അതീതമായി മാനവരാശിക്കും പ്രകൃതിക്കും സർവചരാചരങ്ങൾക്കും നന്മ വരുത്തുന്ന വേദത്തിന്റെ സന്ദേശങ്ങൾ കേട്ടാൽ അത് സാത്താൻ വരാൻ കാരണമാകും എന്ന വിധത്തില് പഠിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ മലയാളികളുടെ ചിലരുടെ കുടുംബത്തിലാണ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വേദന തോന്നി, ദുഃഖം തോന്നി. ഞാൻ എല്ലാ ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും പറയുന്നു, പരമപവിത്രമായ ഭാരതത്തിന്റെ ചിന്താധാരകള് ലോകത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും 2 കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് നന്മകള് വേദത്തിലുണ്ടെങ്കിലും ബൈബിളിലുണ്ടെങ്കിലും ഖുറാനിലുണ്ടെങ്കിലും ഞാൻ തിരിച്ചു പറയുകയാണ്, വേദത്തിലുള്ള നന്മകളും ബൈബിളിലെ നന്മകളും ഖുറാനിലെ നന്മകളും 2 കൈയും നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. മാർക്സിസത്തിലെയും ക്യാപിറ്റലിസത്തിലെയും സോഷ്യലിസത്തിലെയും നന്മകള് മാവോ സേത്തുങ് പറഞ്ഞതിലും ലെനിൻ പറഞ്ഞതിലും മഹാത്മാഗാന്ധി പറഞ്ഞതിലും വിവേകാനന്ദൻ പറഞ്ഞതിലും അരവിന്ദ മഹർഷി പറഞ്ഞതിലുമുള്ള നന്മകൾ ആര് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഉപരി ആ നന്മകളുടെ മഹത്വം എന്തെന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ അതെങ്ങനെ പ്രയോഗിക്കാമെന്നും അറിഞ്ഞ അത് സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്സ് നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്
സാത്താന്റെ പേരില് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ അത് ഈ രാഷ്ട്രത്തിന്റെ ശാപമായിരിക്കും. അത് ഭാരതത്തിലെ 110 കോടി ജനതയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇരുണ്ട ഭാവിയുടെ തുടക്കമായിരിക്കും അത്. അത് ഈ രാഷ്ട്രത്തിന്റെ ചിന്താധാരകൾക്കെതിരാണ്. ഈ രാഷ്ട്രത്തിൽ ജനിച്ച് വളർന്ന് ഇവിടത്തെ ഭക്ഷണം കഴിച്ച് ഇവിടെ ഇഹലോകവാസം വെടിയുന്നവർക്ക് ഇവിടത്തെ സന്ദേശങ്ങളും ഇവിടത്തെ ഗ്രന്ഥങ്ങളും വർജ്യമാകരുത്. വിദേശത്തു നിന്നുള്ള നന്മകളും മതവും ആത്മീയതയും പുരുഷന്മാരും ചൈതന്യവും ഈശ്വര സങ്കല്പവും സ്വീകരിച്ച ഒരു രാഷ്ട്രമാണ് ഭാരതം. ആ ഭാരതത്തില് ജീവിക്കുന്നവർക്ക് നന്മകൾ എവിടെയുണ്ടെങ്കിലും എടുക്കാനുള്ള ഒരു തുറന്ന മനസ്സുണ്ടാകണം. ബാംഗ്ലൂരിലെ ഓക്സ്ഫോർഡ് കോളേജില് കണ്ടതുപോലെ ഇന്നുവരെ കേരളത്തിൽ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ പെന്തക്കോസ്തുകാരുണ്ട്, യഹോവ സാക്ഷികൾ ഇരിക്കാറുണ്ട്, സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ഇരിക്കാറുണ്ട്, ഷിയായും സുന്നികളുമുണ്ട്, അതില് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളും ഇരിക്കാറുണ്ട്, നിരീശ്വരവാദികളും യുക്തിവാദികളും രാഷ്ട്രീയക്കാരും ഇരിക്കാറുണ്ട്. അവിടെ ഒരു സ്ഥലത്തും മലയാളികൾ ഓടിപ്പോകുന്നത് കണ്ടിട്ടില്ല, മലയാളികൾ ഭയന്നു പോകുന്നത് കണ്ടിട്ടില്ല. ഈ ബാംഗ്ലൂരിലെ ഓക്സ്ഫോർഡ് കോളേജില് ഓടി പുറത്തേക്ക് പോയ 6 പേര് മലയാളികളായിരുന്നു. അതാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. അതും മധ്യ കേരളത്തിന്റെ തെക്കുവശത്തുള്ളവര്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന്, ഇത് സംഭവിക്കാതിരിക്കാൻ എല്ലാ വിദ്യാഭ്യാസ അധികൃതരും പോളിസി ഉണ്ടാക്കുന്നവരും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ ജനങ്ങളിൽ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരു കാരണവശാലും ന്യൂനപക്ഷത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അവനവന്റെ സംസ്കാരത്തിന്റെ പേരിലോ സങ്കുചിതമായ ഒരു മതിൽക്കെട്ടിനകത്ത് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവാദം കൊടുത്താൽ ഭാവിയില് മറ്റു പലതിനും വേണ്ടി നമ്മളുടെ ചിന്താധാരകൾ വളച്ചൊടിക്കേണ്ടി വരും, നിയമാവലികൾ വളച്ചൊടിക്കേണ്ടി വരും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിനീത പ്രണാമം. നമസ്കാരം.